ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. സിൻഡ്രല്ല ഈ ഒരു പാഠഭാഗത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വാട്ട് അഡ്വൈസ് ഡിഡ് ദ ഡൈയിങ് മദർ ഗിവ് ഹെർ ഡോട്ടർ? എന്ത് അഡ്വൈസ്, ഉപദേശമാണ് ആ മരിക്കാറായ സമയത്ത് അമ്മ തൻ്റെ മകൾക്ക് നൽകിയത്? ദ ഡൈയിങ് മദർ അഡ്വൈസ് ഹെർ ഡോട്ടർ ടു ബി ഗുഡ് ആൻഡ് പയസ്. ഷീ ടോൾഡ് ഹെർ ദാറ്റ് ഗോഡ് വുഡ് ഓൾവേസ് ടേക്ക് കെയർ ഓഫ് ഹെർ. She also said that she would look upon her from heaven and would be always with her. അപ്പോൾ എന്തൊക്കെയാണ് ആ മരിക്കാറായ സമയത്ത് അമ്മ പറഞ്ഞത്? എന്ത് ഉപദേശമാണ് നൽകിയത്? അപ്പോൾ എന്താ പറഞ്ഞത്? ഷി ഷുഡ് ബി ഗുഡ് ആൻഡ് പയസ്. പയസ് എന്ന് പറഞ്ഞാൽ എന്താ? പവിത്രതയുള്ളത് എന്നൊക്കെ പറയില്ല, അങ്ങനെയാണ് പയസ് എന്ന് പറയുക. അപ്പോൾ നല്ലവളായിരിക്കണം എന്നാണ് ആ അമ്മ തൻ്റെ മകളോട് പറഞ്ഞത്. ഈശ്വരൻ എപ്പോഴും നിന്നെ കെയർ ചെയ്തോളും, നിന്നെ സംരക്ഷിച്ചുകൊള്ളും എന്ന് ആര് പറഞ്ഞു? അമ്മ പറഞ്ഞു. പിന്നെന്താണ്? ഷി ഓൾസോ സെഡ് ദാറ്റ് ഷി വുഡ് ലുക്ക് അപ്പോൺ ഫ്രം ഹെവൻ. അങ്ങ് മുകളിൽ ഹെവനിൽ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഞാൻ നിന്നെ കാണുന്നുണ്ടെന്നും അമ്മ പറഞ്ഞു അല്ലേ. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഹാപ്പൻ ടു ദ മദേഴ്സ് ഗ്രേവ് വെൻ വിൻ്റർ കെയിം? ഗ്രേവ് എന്ന് പറഞ്ഞാൽ എന്താ? ആ ശവകുടീരം കേട്ടോ. അപ്പോൾ എന്താണ് വിൻ്റർ തണുപ്പ് വന്നപ്പോൾ അല്ലെങ്കിൽ മഞ്ഞുകാലം വന്നപ്പോൾ എന്താണ് അമ്മയുടെ ആ ഗ്രേവിന് പറ്റിയത്? When winter came, the snow covered the grave with a white covering. എന്താണ്? ശീതകാലം വന്നപ്പോൾ മഞ്ഞ് പെയ്തപ്പോൾ ആ ഗ്രേവ് ആകെ, ആ ശവക്കല്ലറ ആകെ സ്നോ കൊണ്ട് മൂടിയല്ലേ. സ്നോ കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ എന്താണ്? ഒരു വെള്ള കവറിങ് പോലെ ആ സ്നോ ആ ഗ്രേവിൻ്റെ മുകളിൽ കിടന്നു എന്നാണ് പറയുന്നത്. ആ ശവക്കല്ലറയുടെ മുകളിൽ, ആ ശവകുടീരത്തിൻ്റെ മുകളിൽ അങ്ങനെ ഒരു പുതപ്പ് പോലെ, വെള്ള പുതപ്പ് പോലെ ആ മഞ്ഞ് കിടന്നു എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, സിൻഡ്രല്ല വാസ് ഇൽ ട്രീറ്റഡ് ബൈ ഹൈ സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ്. വാട്ട് കുഡ് ബി ദ റീസൺസ്? സിൻഡ്രല്ലേനെ അവരുടെ സ്റ്റെപ്പ് മദറും രണ്ടാനമ്മയുടെ മക്കളും വളരെ ചീത്ത രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്? സിൻഡ്രല്ല വാസ് സോ ബ്യൂട്ടിഫുൾ ആൻഡ് കൈൻഡ് ഹാർട്ടഡ്. ഹെർ സ്റ്റെപ്പ് മദർ വാസ് എ പ്രൗഡ് ആൻഡ് അൺകൈൻഡ് വുമൺ. Though the sisters were fair in appearance, they were wicked and ugly at heart. എന്താണ്? സിൻഡ്രല്ല ഭയങ്കര ഭംഗിയുള്ളവളും അതുപോലെ തന്നെ എന്താണ്? കൈൻഡ് ഹാർട്ടഡുമായിരുന്നു അല്ലേ, ദയാലുവുമായിരുന്നു. പക്ഷെ സ്റ്റെപ്പ് മദർ എങ്ങനെയായിരുന്നു? അഹങ്കാരിയായിരുന്നു, അതുപോലെ തന്നെ അൺകൈൻഡ് ആയിരുന്നു. അതായത് മറ്റുള്ളവരോടൊരു ദയൊന്നും ഈ സ്റ്റെപ്പ് മദറിന് ഉണ്ടായിരുന്നില്ല. പിന്നെ അവരുടെ മക്കൾ എങ്ങനെയായിരുന്നു? അതായത് സിൻഡ്രല്ലയുടെ സിസ്റ്റേഴ്സ് എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്? അവരെ കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു അല്ലേ, ഫെയർ ഇൻ അപ്പിയറൻസ് ഒക്കെ ആയിരുന്നു. പക്ഷേ അവർ വിക്കഡ് അല്ലേ, സൂത്രശാലികൾ അല്ലെങ്കിൽ തന്ത്രശാലികളായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ഹൃദയത്തിന് ഒട്ടും തന്നെ ഭംഗിയുണ്ടായിരുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അവർക്ക് മറ്റുള്ളവരോട് ശരിയായി പെരുമാറാൻ അറിയുമായിരുന്നില്ല. അവരോട് ഒട്ടും തന്നെ അനുകമ്പയും ദയവും ഉണ്ടായിരുന്നില്ല. ഓക്കെ. വൈ ഈസ് സിൻഡ്രല്ല കോൾഡ് സോ? എന്തുകൊണ്ടാണ് ആ പ്രിൻസസിന് സിൻഡ്രല്ല എന്ന പേര് വന്നത്? Cinderella has no bed to sleep. She always looked dusty and dirty as she slept in the cinders. Hence, she was named Cinderella. എന്താ പറയുന്നത്? സിൻഡ്രല്ലയ്ക്ക് കിടന്നുറങ്ങാനൊരു ബെഡൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ. അവൾ എവിടെയാണ് ഉറങ്ങിയിരുന്നത്? ഇതെന്താണ്? നമ്മൾ തണുപ്പ് കാലത്ത് നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, തണുപ്പുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒരു ഫയർ പ്ലേസും ഒക്കെ ഉണ്ടാവും. ഫയർ പ്ലേസും സിൻഡറും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ തീയൊക്കെ കത്തിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ചാരമൊക്കെ കിടക്കുന്ന സ്ഥലത്താണ് ആര് കിടന്നുറങ്ങിയിരുന്നത്? സിൻഡ്രല്ല കിടന്നുറങ്ങിയിരുന്നത്. എന്താണ്? അവളുടെ ഡ്രസ്സിൽ എപ്പോഴും ആ കരിയൊക്കെ പിടിച്ച്, അഴുക്കൊക്കെ പിടിച്ച് എപ്പോഴും ഡേർട്ടി ആയിരുന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവളുടെ പേര് എന്തെന്ന് വന്നത്? സിൻഡ്രല്ല എന്ന് വന്നത്. ഇനി അടുത്ത ചോദ്യം, യു ക്യാൻ ഗോ വെൻ ബെഗേഴ്സ് ഹോൾഡ് എ ബോൾ. വാട്ട് വുഡ് ബി ദ ഫീലിങ്സ് ഓഫ് സിൻഡ്രല്ല ടു ദിസ് കമൻറ്റ്? ആ സ്റ്റെപ്പ് മദറൊക്കെ പറയുന്നുണ്ട് അല്ലേ, സ്റ്റെപ്പ് മദർ അവർ കുട്ടികളൊക്കെ പറയുന്നുണ്ട്, നിനക്ക് പാർട്ടിക്ക് പോകണമെങ്കിൽ വല്ല ബെഗേഴ്സും പിച്ചക്കാരും വല്ല ബോളും വെച്ച് കഴിഞ്ഞാൽ, പാർട്ടിയും വെച്ച് കഴിഞ്ഞാൽ നിനക്ക് പോവാമെന്ന് സിൻഡ്രല്ലയോട് കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ സിൻഡ്രല്ലയുടെ ആ സമയത്തെ വിചാരങ്ങൾ എന്തൊക്കെയാവാം എന്നാണ് ചോദിക്കുന്നത്. ഷീ ബിക്കേം സാഡ് ആൻഡ് ഡിസപ്പോയിൻറ്റഡ്. ഷീ ക്രൈഡ്. If her mother had been alive, she would have sent her to the ball. എന്താണ്? അവൾക്ക് അവരുടെ ആ വർത്തമാനം കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായില്ലേ, അവൾ ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി, അവൾ നിരാശയായിപ്പോയി, അവൾ വളരെയധികം കരഞ്ഞു. പിന്നെ എന്തും ഓർത്തു? അവളുടെ അമ്മ അപ്പം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ എന്തായാലും ആ പ്രിൻസ് കണ്ടക്ട് ചെയ്യുന്ന പാർട്ടിക്ക് അയച്ചേനെന്ന് അവൾക്ക് തോന്നി. ഓക്കെ. അടുത്ത ചോദ്യം,
If my mother had been alive, she would also send me to the ball. Why does Cinderella think so? എൻ്റെ അമ്മ ഇപ്പം എലൈവ് ആയിരുന്നെങ്കിൽ, ജീവനോടെ ഇരുന്നിരുന്നെങ്കിൽ അവരെന്തായാലും എന്നെ ഈ പാർട്ടിക്ക് അയച്ചേനെ. അങ്ങനെ സിൻഡ്രല്ലയ്ക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ്? Cinderella's mother was no more. She was living with her stepmother, who was a proud and unkind woman. She took her daughters for the ball. She did not like Cinderella with her. So Cinderella thinks so. എന്താണ്? സിൻഡ്രല്ലയുടെ അമ്മ ഇപ്പോൾ ജീവനോടെ ഇല്ല അല്ലേ? സിൻഡ്രല്ല ആരുടെ കൂടെയാണ് ജീവിച്ചിരുന്നത്? സ്റ്റെപ്പ് മദറിൻ്റെ കൂടെയാണ്. അവരെങ്ങനെയാണ്? അവർ ഭയങ്കര അഹങ്കാരിയാണ് അല്ലേ? ഒരു തീരെ ദയയില്ലാത്ത ഒരു വ്യക്തിയാണ് ആ സ്റ്റെപ്പ് മദർ. അവരുടെ മക്കളെ കൂടെ കൊണ്ടുപോയി, സിൻഡ്രല്ലയെ കൂടെ കൊണ്ടുപോയില്ല. അപ്പം അതുകൊണ്ടാണ് എന്ത് തോന്നിയത്? സിൻഡ്രല്ലയുടെ അമ്മ ജീവിച്ചിരുന്നെങ്കിൽ എന്തായാലും അമ്മ ഈ ബോളിന് വിട്ടേനെ അല്ലേ, ഈ ഒരു പാർട്ടിക്ക് വിട്ടേനെ എന്ന് അവൾക്ക് തോന്നിയത്. അടുത്ത ചോദ്യം, വാട്ട് ചേഞ്ചസ് ഒക്കർ ടു ദ ഫോളോയിങ് തിങ്സ്? പംകിൻ എന്തായത്? പംകിൻ ബിക്കേം എ റെഡ് കോച്ച്. പംകിനാണ് ആ ചുവന്ന കാരേജായി മാറിയത്. സിൻഡ്രല്ല ഇരുന്ന് പോകുന്ന ആ വണ്ടി അല്ലേ. ദ മൈസ് ബിക്കേം വൈറ്റ് ഹോഴ്സസ്. ആ എലികൾ എന്തായത്? എലികളാണ് ആ വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന കുതിരകളായത്. ലിസാർഡ്സ് ബിക്കേം ഫുട്മെൻ. ലിസാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല്ലികൾ ആരായി? ആ കാരേജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നടക്കുന്ന സോൾജേഴ്സ് പോലത്തെ ആൾക്കാരില്ലേ, അതിനെ അകമ്പടി ചെയ്യുന്ന ആൾക്കാർ, അവരെയാണ് ഫുട്മെൻ എന്ന് പറയുക. ദ റാക്സ് ബിക്കേം ബ്യൂട്ടിഫുൾ ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്. അവിടെ ഇവിടെയും കിടക്കുന്ന റാക്സ് അല്ലേ, ഈ കീറ തുണികളൊക്കെ എന്തായി മാറി? നല്ല സിൽക്കിൻ്റെ നല്ല ഭംഗിയുള്ള തുണികളും ഗോൾഡൊക്കെ ആയി മാറിയെന്നാണ് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, വാട്ട് വിൽ ഹാപ്പൻ ടു സിൻഡ്രല്ല ഇഫ് ഷീ കനോട്ട് റിട്ടേൺ ഹോം ബിഫോർ 12 o'clock? സിൻഡ്രല്ലയ്ക്ക് 12 മണിക്ക് മുമ്പ് വീട്ടിൽ തിരിച്ചെത്തണം അല്ലേ. അപ്പോൾ അങ്ങനെ എത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇഫ് സിൻഡ്രല്ല കനോട്ട് റിട്ടേൺ ഹോം ബിഫോർ 12 o'clock, the magic will end and everything will be back to the original form. എന്താ പറയുന്നത്? സിൻഡ്രല്ലയ്ക്ക് 12 മണിക്ക് തിരിച്ചെത്താൻ പറ്റിയില്ലെങ്കിൽ 12 മണിയോട് കൂടി ആ മാജിക് ഒക്കെ തീരും അല്ലേ. മത്തങ്ങയാണ് എന്തായി മാറിയത്? അവളുടെ വണ്ടിയായി മാറിയത് അല്ലേ. അതുപോലെ തന്നെ എന്താണ്? എലികളാണ് ആ ഹോഴ്സായിട്ട്, അതിനെ കുതിരകളായി മാറിയിട്ടുള്ളത്. അപ്പോൾ അവരൊക്കെ അതിൻ്റെ ഒറിജിനൽ ഫോമിലേക്ക് തിരിച്ചെത്തും. അവളുടെ വണ്ടി വീണ്ടും എന്താവും? മത്തങ്ങയായിട്ട് മാറും, പംകിനായിട്ട് മാറും അല്ലേ. അവളുടെ ഡ്രസ്സുകളൊക്കെ പഴയ പോലെയാവും. അപ്പോൾ ആ മാജിക്ക് 12 മണിക്ക് അവസാനിക്കും. അപ്പോൾ അതിന് മുമ്പ് അവൾ എത്തിയില്ലെങ്കിൽ ഒക്കെ ഒറിജിനൽ ഫോമിലേക്ക്, പഴയ രീതിയിലേക്ക് തിരിച്ചു പോവും എന്നാണ് പറയുന്നത്. ഇനി 9ാമത്തെ ചോദ്യം, ഹാഡ് സിൻഡ്രല്ല അപ്പിയർഡ് ഇൻ ഹെർ ഓൾഡ് ക്ലോത്ത്സ്, ഹൗ വുഡ് ദ പ്രിൻസ് ഹാവ് ട്രീറ്റഡ് ഹെർ? എന്താ പറയുന്നത്? സിൻഡ്രല്ല അവളുടെ പഴയ കീറിപ്പറഞ്ഞ ഡേർട്ടി ആയിട്ടുള്ള ഡ്രസ്സിലാണ് വന്നിരുന്നതെങ്കിൽ പ്രിൻസ് അവളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നാണ് ചോദിക്കുക. She would not have been permitted to enter the ballroom and the prince would not have noticed her. അങ്ങനെ ഒരു ഡ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആ രാജകൊട്ടാരത്തിലേക്ക് അവൾക്ക് പ്രവേശിക്കാൻ പറ്റുമെന്ന്? ഇല്ല അല്ലേ. അപ്പോൾ അവൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള അനുമതി പോലും കിട്ടില്ല. അതുപോലെ തന്നെ പ്രിൻസ് അവളെ നോട്ടീസ് ചെയ്യുകയുമില്ല, കാണുകയുമില്ല എന്നാണ് പറയുന്നത്. 10ാമത്തെ ചോദ്യം, വൈ ഡിഡ് സിൻഡ്രല്ല പ്രിറ്റൻഡ് ടു ബി അസ്ലീപ്? എന്തുകൊണ്ടാണ് സിൻഡ്രല്ല ഉറക്കം നടിച്ചത്? സിൻഡ്രല്ല pretended to be asleep to show that she had not been to any place അല്ലേ. സ്റ്റെപ്പ് മദറും അവരുടെ മക്കളും തിരിച്ചു വന്നപ്പോൾ അവൾ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചു. കാരണം പുറത്തൊന്നും പോയിട്ടില്ല എന്ന് തോന്നാൻ വേണ്ടിയാണ് അവൾ ഉറങ്ങുന്നത് പോലെ അഭിനയിച്ചത്. Cinderella forgot the words of her fairy godmother on the second day. What may be the reason? സിൻഡ്രല്ലയുടെ ഫെയറി ഗോഡ് മദർ അല്ലേ, ആ മാജിക് ചെയ്ത ഗോഡ് മദർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ 2ാമത്തെ ദിവസം മറന്നുപോയി. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ? Cinderella was enjoying the party in the company of the prince. She was very enthusiastic and forgot the time and the words of her fairy grandmother. എന്താണ്ടായത്? She was enjoying the party അല്ലേ. അവൾ ആ പാർട്ടി എന്താണ്? പാർട്ടിയിൽ അവൾ ആഘോഷിക്കുകയായിരുന്നു അല്ലേ, അവൾ ആനന്ദിക്കുകയായിരുന്നു. അവളുടെ കൂടെ പ്രിൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് സമയത്തിൻ്റെ കാര്യമൊന്നും അവളുടെ ഓർമ്മയിലേ ഉണ്ടായിരുന്നില്ല അല്ലേ. ഷി വാസ് വെരി എന്തൂസിയാസ്റ്റിക്. അവൾ ആ പാർട്ടിയിലാകെ മുഴുകിയിരിക്കുകയായിരുന്നു അല്ലേ. ഓരോ കാര്യങ്ങളും അവൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഗ്രാൻഡ് മദർ പറഞ്ഞ കാര്യങ്ങളും സമയമൊന്നും അവൾ ഓർത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദിസ് ന്യൂസ് എക്സൈറ്റഡ് ദ ലേഡി. വാട്ട് ഈസ് ദ ന്യൂസ് റെഫേർഡ് ടു? എന്താണ്? ദ സെർച്ച് അല്ലേ. ആ ഒരു അന്വേഷണം, ആരുടെ അന്വേഷണമാണ്? ദ പ്രിൻസ് ഈസ് ഗോയിങ് ടു വിസിറ്റ് എവറി ഹോം ടു ഫൈൻഡ് ഔട്ട് ദ ലേഡി അല്ലേ. ഏതാണ് ആ ലേഡി? അവരുടെ ബോളിലേക്ക് വന്നത്, ആ കൊട്ടാരത്തിലേക്ക് വന്നത്. അവരെ കണ്ടെത്താൻ വേണ്ടി പ്രിൻസ് ഓരോ വീടും സന്ദർശിക്കാൻ പോകുന്നു. അപ്പോൾ അതാണ് എല്ലാവരെയും എക്സൈറ്റഡ് ആക്കിയത്. 13ാമത്തെ ചോദ്യം,
Pick out the sentences which show that the stepmother and her daughters were greedy and over ambitious. സ്റ്റെപ്മദറും അവരുടെ മക്കളും അല്ലെ ഓവർ ambitious ആയിരുന്നു, അതായത് അത്യാഗ്രഹികളായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ് ടെക്സ്റ്റിൽ, അതാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെയാണ് ആ വരികൾ. The mother handed her a knife and said, cut the toe off, for when you are a queen you will never have to go on foot. So the girl cut off her toe. അടുത്ത ലൈൻ ഏതാണ്? Her mother handed her the knife saying, cut a piece of your heel. When you are the queen you will never have to go on foot. So the girl cut off a piece of her heel. Okay, അപ്പോൾ ഈ സെൻറ്റൻസ് ഒക്കെ നിങ്ങൾക്ക് എഴുതാം. Cinderella pardoned her sisters and took them to the palace. What quality of Cinderella is revealed here? Cinderella അവളുടെ സിസ്റ്റേഴ്സിനൊക്കെ പാർഡൺ ചെയ്തു, അതായത് ഫോർഗീവ് ചെയ്തു, മാപ്പ് കൊടുത്തു. എന്നിട്ട് അവരെയൊക്കെ പാലസിലേക്ക് കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സിൻഡ്രല്ലയുടെ ഏത് സ്വഭാവ ഗുണത്തെക്കുറിച്ചാണ് മനസ്സിലാവുന്നത്? സിൻഡ്രല്ല ഈസ് സിമ്പത്തറ്റിക് ആൻഡ് ഫോർഗീവിങ് അല്ലേ? ബാക്കിയുള്ളവരോട് അനുകമ്പയുള്ളവളാണ്, ബാക്കിയുള്ളവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ഹൃദയമുള്ളവളാണ് സിൻഡ്രല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് വരുന്നത് ലെറ്റ്സ് റീവിസിറ്റ് ദ സ്റ്റോറിയാണ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റിലുള്ളത്. Cinderella had to suffer because of the bad treatment from her stepmother and stepsisters. Write briefly about her sufferings and her reaction. അല്ലേ, സിൻഡ്രല്ലയ്ക്ക് ഒരുപാട് സഫർ ചെയ്യേണ്ടി വരുന്നുണ്ട്, ഒരുപാട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അവളുടെ സ്റ്റെപ്പ് മദറും അവളുടെ സ്റ്റെപ്പ് മദറിൻ്റെ കുട്ടികളും കാരണം അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് അവളുടെ സഫറിങ്സ്, എന്തൊക്കെയായിരുന്നു അവളുടെ റിയാക്ഷൻ? എന്താണ്? സിൻഡ്രല്ല സ്റ്റെപ്പ് മദർ ആൻഡ് സ്റ്റെപ്പ് സിസ്റ്റേഴ്സ് വർ വിക്കഡ് ആൻഡ് ക്രൂവൽ അല്ലേ. അവർ വളരെയധികം സൂത്രശാലികളും അതുപോലെ ക്രൂരതയുമായിരുന്നു അവർ ചെയ്തിരുന്നത് അവളോട്. ദേ മെയ്ഡ് ഹെർ എ ഡൊമസ്റ്റിക് സ്ലേവ് അല്ലേ, ഡൊമസ്റ്റിക് സ്ലേവ് ആക്കി വീട്ടിലുള്ള എല്ലാ പണികളും അവളെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചിരുന്നത്. ഷി ഹാഡ് ടു ഡു ഹെവി വർക്ക് ഫ്രം മോർണിംഗ് ടു നൈറ്റ്, ടു വെയർ റാഗ്സ് ഫോർ ഡ്രസ്, യൂസ് വുഡൻ ഷൂസ്, സ്ലീപ്പ് ഇൻ ദ സിൻഡേഴ്സ്. ഷീ ഒബെയ്ഡ് ദം. എന്താ പറയുന്നത്? രാവിലെ തൊട്ട് രാത്രി വരെ ഉള്ള എല്ലാ ഭാരമേറിയ ജോലികളും അവളാണ് ചെയ്തിരുന്നത് അല്ലേ. ഡ്രസ്സിന് പകരം അവൾക്ക് കീറത്തുണികളാണ് കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ വുഡൻ ഷൂസ്, മരം കൊണ്ടുള്ള ഷൂസുകളാണ് അവൾ ധരിച്ചിരുന്നത്. അതുപോലെ തന്നെ ഉറങ്ങുന്നത് എവിടെയാണ്? സിൻഡേഴ്സിലായിരുന്നു. അവൾ പറഞ്ഞതൊക്കെ അവൾ ഒബേ ചെയ്തു, അനുസരിച്ചു. They laughed at her. She was sad. അവരെല്ലാവരും അവളെ കളിയാക്കിയിരുന്നു. അവൾ വളരെയേറെ ദുഃഖിതയായിരുന്നു. She cried thinking about her mother. അവളുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവളെ എപ്പോഴും ആശിച്ച് കരയുമായിരുന്നു. അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരം: The prince fell in love with the beautiful girl Cinderella who danced with him wearing glass shoes. When she disappeared, he became sad. He searched for the owner of the shoe and found Cinderella. He married her. എന്താണ്? പ്രിൻസ് ആ ബോൾ റൂമിൽ വെച്ച് കണ്ട അതിസുന്ദരിയായ പെണ്ണിനെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു അല്ലേ. അദ്ദേഹത്തിൻ്റെ കൂടെ ഡാൻസ് ചെയ്ത സിൻഡ്രല്ലയെ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമായി. പക്ഷേ അവളെ പെട്ടെന്ന് കാണാതായപ്പോൾ അയാൾക്ക് അത്യധികം സങ്കടമായി. അപ്പോൾ ആ ഷൂസ് ധരിച്ചാണ് അവൾ എത്തിയതെന്ന് പ്രിൻസിന് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷൂസിൻ്റെ ഓണർ ആരാണ്, അതിൻ്റെ ഉടമ ആരാണെന്നാണ് അദ്ദേഹം അന്വേഷിച്ചത്. അവളെ കണ്ടെത്തിയപ്പോൾ എന്താ ചെയ്തത്? അവളെ കല്യാണം കഴിക്കുകയും ചെയ്തു. ഓക്കെ, Is Cinderella a lovable girl? Why do you think so? Cinderella, pick sentences to substantiate your answer. Cinderella ഒരു നല്ല കുട്ടിയായിരുന്നു അല്ലേ, സ്നേഹമതിയായ ഒരു കുട്ടിയായിരുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? യെസ്, ഷീ ഈസ് എ ലവബിൾ ഗേൾ അല്ലേ, അവൾ നല്ലൊരു കുട്ടി തന്നെയായിരുന്നു. ഏതൊക്കെയാണ് ലൈൻസ്? ദ മെയ്ഡൻ വെന്റ് എവറി ഡേ ടു ഹെർ മദേഴ്സ് ഗ്രേവ് ആൻഡ് വെപ്റ്റ് ആൻഡ് റിമെയ്ൻഡ് pious and good. Made to do heavy work from she was made to do heavy work from morning to night. പിന്നെ അടുത്ത ലൈൻ ഏതാണ്? In the evening she was quite tired after the day's work. പിന്നെയോ, in the ballroom she looked like a princess. Cinderella pardoned her sisters and took them to the palace. അപ്പോൾ ഇതിലെ ഏതെങ്കിലുമൊക്കെ ലൈൻസ് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെസണിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വരുന്നത്. ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.